ഈ ആഴ്ചയിലെ വിസ്മയ കാഴ്ചകളിൽ ഞങ്ങൾ തേടി പുറപ്പെടുന്നത് ഈ കിനാവള്ളിയെ പിടിക്കുവാൻ. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ചലിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇതിലെന്തോ ഒരു അപകടം എവിടെയോ പതിയിരിക്കുന്നുവോ എന്ന്. പ്രദേശവാസികളിൽ പലരെയും സമീപിച്ചപ്പോൾ ഞങ്ങൾക്കറിയുവാൻ സാധിച്ചത് ഇവിടെ കിനാവള്ളിയുണ്ട് എന്ന് തന്നെയാണ്. മിക്കവാറും നേർച്ചകാഴ്ചകളും വർഷത്തിലൊന്ന് പൂജയും നടക്കുന്ന ഈ അമ്പലത്തിൽ, ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. പക്ഷെ ശരിക്കും കിനാവള്ളി എന്നുള്ള സംഭവം ഇവിടെ ഉണ്ട്. രാത്രി സമയത്തൊക്കെ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കിനാവള്ളി വെടികൂടും. രാത്രിയിലൂടെ 12 മണി കഴിഞ്ഞിവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി വേറെ ആളുകൾ വന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. വിശ്വാസത്തിലുണ്ട്. ഒത്തിരി നേർച്ച കാഴ്ചകളൊക്കെ ആയിട്ട് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും അങ്ങ് UP-ന്നൊക്കെ ആളുകൾ വരുന്നുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. UP-ന്ന് വന്നിട്ട് കുറച്ച് ആളുകൾ ഇവിടെ വന്ന് വണ്ടി ഇവിടെ വന്ന് ബ്ലോക്കായി വലിയ പ്രശ്നമൊക്കെ ആയതുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളിൽ നിന്ന് പോലും ഞങ്ങൾക്കറിയുവാൻ സാധിച്ചത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ, നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചാൽ ആഗ്രഹിക്കുന്നത് എന്തു തന്നെയുമാകട്ടെ അത് ലഭിക്കും എന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായി. ചിലർ പറയുന്നു നമ്മുടെ കൊച്ചു കേരളത്തിന് പുറത്ത് അങ്ങ് തമിഴ്നാട്ടിലുള്ള ആളുകൾ മിക്കവാറും അന്ധവിശ്വാസങ്ങൾക്ക് അടിമകളാണ് എന്ന്. എന്നാൽ നാം നമ്മെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കും. ഞങ്ങളുടെ അന്വേഷണ കണ്ണുകളിൽ നിന്നും ഒളിച്ചോടുവാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്, എന്നെ പൊതുജന മധ്യത്തിൽ നിങ്ങൾ അവതരിപ്പിക്കില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പ്രതികരിക്കാം എന്നായിരുന്നു. പുറമെന്ന് പല ജില്ലകളിൽ നിന്നും വരാറുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട്. പൂജയൊക്കെ കഴിക്കാറുണ്ട്. വിളക്കൊക്കെ കത്തിക്കാറ്. അവിടെ വിളക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടു അതൊക്കെ കത്തിക്കാറുണ്ട്. ഈ വീട്ടിൽ കുറച്ച് കടബാധ്യതകൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞ കടബാധ്യതകളൊക്കെ മാറിപ്പോണ്ട്. കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ അവരൊക്കെ വന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞാൽ അതൊക്കെ മാറിപ്പോകാറുണ്ട് എന്നൊക്കെ പിന്നെയും അവർ വരാറുണ്ട്. നമുക്ക് ഒരുപാട് തവണ ഈ തമിഴന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് അവർക്ക് നല്ല ഇതൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ബിസിനസ്സുകാർക്കൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് ഒരു നേർച്ചയൊക്കെ ഇടുമ്പോൾ അവർക്ക് ബിസിനസ്സിൽ ഉയർച്ചകൾ കിട്ടാറുണ്ട്. പിന്നെ അത് സക്സസ് ആവാറുണ്ട്. അങ്ങനെയൊക്കെ അതാ ഈ പൊതുവെ അങ്ങനെ ഒരു കുറച്ചിലൊക്കെ ഉണ്ട്. നമുക്ക് ഈ കുട്ടികളൊക്കെ വന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ നേർച്ചയിട്ടിട്ടൊക്കെ പോകും. ഈ പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട്. ഈ കിനാവള്ളി എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ചില പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നെല്ലാം കണ്ടിട്ട് നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും നിലവിൽ ഈ വക സാധനങ്ങൾ ഉണ്ടോ എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് വെറുതെ ഏതോ മറ്റു തരത്തിലുള്ളൊരു തട്ടിപ്പിൻ്റെ മറുഭാഗമായിട്ട് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്കൊണ്ടുള്ള ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി, മനുഷ്യനെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധന്മാർ നടത്തുന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള കാവുണ്ട്, പിശാചുണ്ട്, കള്ളനുണ്ട്, കൊള്ളക്കാരനൊക്കെ പറയും. അതിനകത്തൊരു അർത്ഥമില്ലാത്ത കാര്യമാണ് ഞാൻ ശക്തമായിട്ട് പറയും. സംഭവങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മളാരും കേട്ടിട്ടില്ല. അയൽവക്കത്തുള്ള ചുറ്റുപാടുള്ള ആൾക്കാർ സാമൂഹ്യ വിരുദ്ധന്മാരുണ്ടാക്കുന്ന സംഭവമാണ്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിന് നാണക്കേടാണെന്നൊന്നും പറയുന്നത്. ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഏത് വിശ്വാസികൾക്കും അവൻ്റേതായിട്ടുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നതിനുള്ള അവകാശം ഏവർക്കുണ്ട്. അത് സാമുദായികമാണെന്ന് വേണ്ട, എല്ലാ തരത്തിലിപ്പോൾ ഹിന്ദു മുസ്ലിം പള്ളികൾക്കെല്ലാം എല്ലാ ജാതിക്കാരും പോകുന്നുണ്ട്. ഇതിപ്പോൾ ഓറൻസ് ഉണ്ണിയാളച്ചൻ്റെ ഈ പള്ളിക്കകത്ത് ഹിന്ദുക്കളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. കിട്ടി, ഇതിന്ന് കല്ല് കിട്ടി, മറ്റേ വിളക്കിട്ടി, ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് തട്ടിപ്പിക്കുന്ന വേണ്ടിയാ. അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു പരിഹാര മാർഗങ്ങളും
ഒരു സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ കൂടി മാത്രമേ ആ കാര്യങ്ങൾ നടക്കുള്ളൂ. പ്രദേശവാസികളിൽ പലരും ഉറച്ചു വിശ്വസിക്കുന്നു, രാത്രി സമയങ്ങളിൽ ഇതുവഴി പോയാൽ വലിയ അപകടം പതിയിരിക്കുന്നുവെന്ന് അവർ ആണയിട്ട് പറയുന്നു. ചെറിയ കുട്ടികളെ ഇപ്പോഴും പേടിപ്പെടുത്തേണ്ട. രാത്രി നേരത്ത് അധികം ഇപ്പൊ അധികം കൂടെ ആരും നടക്കാറൊന്നുമില്ല. പേടിയാ, വണ്ടികളൊന്നും അധികം രാത്രി നേരത്തെ വരാറില്ല. ഒരു 8 മണി കഴിഞ്ഞാലൊന്നും ഇത് കൂടെ അധികം എല്ലാവരും പേടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ആ ഒരു ഇതൊക്കെയാ. അപ്പം ഈ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പൊ പുതിയ താമസമായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല. എന്നാലും ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതിൽ കൂടെ എന്തൊക്കെയോ ഇതുണ്ട്, രാത്രി വരുമ്പോ എന്തോ സൗണ്ട് കേൾക്കാറുണ്ട് അമ്പലത്തിന്റെ അവിടെ, അങ്ങനെയൊക്കെ ഒരു പറച്ചിലൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ നമ്മളിപ്പോ രാത്രിയിൽ അധികം പോവാറൊന്നും ഇല്ല കാര്യങ്ങളായിട്ട്. അങ്ങനെ ഒരു രാത്രി അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറൊന്നുമില്ല. ഈ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ 19 വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ ഈ കുട്ടികളെ പേടിപ്പിക്കും, കിനാവള്ളി ഉണ്ട് ഇങ്ങോട്ട് പോകരുതും എന്നൊക്കെ പറയുമത്രേ. പക്ഷേ കിനാവള്ളി ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, വിശ്വാസികൾക്ക് അവരെന്താവശ്യപ്പെടുന്നോ അത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെയുള്ള വിശ്വാസികൾ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ട വീട്ടിൽ അവർക്ക് എന്ത് കൊടുക്കണോ അത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതാണ് ഇവിടെ ശാസ്താവുണ്ട്, ശിവന്റെ ഒരു ഐതിഹ്യമുണ്ട്. ഇത് മറ്റുള്ള കാര്യങ്ങളും എനിക്കറിയില്ല, അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. എൻ്റെ ആണ്ടിലൊരു പ്രാവശ്യം തുറക്കും, പൂജയൊക്കെ നടത്തും, അങ്ങനെ പോകും. കുടുംബ വകയാണത്, അങ്ങനെ ചെയ്ത് പോവുകയാണ്. എൻ്റെ നിത്യപൂജ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഇവിടെ നമ്മൾ വിശ്വാസികളെല്ലാവരും വരും, ഇവിടുത്തുകാർ കൂടുതലും വരും, പിന്നെ പുറത്തുനിന്നുള്ളവർ ഏറ്റവും കൂടുതൽ വരും. അന്ന് ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് വഴിപാടും ചെയ്ത്, വഴിപാടല്ല സാമ്പത്തികമായിട്ട് അവിടെ ഉണ്ടിയെ ഇട്ടിട്ടങ്ങ് പോവുകയാണ് പതിവ്. പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ വിശ്വാസത്തോട് കൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഇത് അവിടെ കിട്ടും. രാത്രി 12 മണിക്കൊക്കെ ശേഷം ഇതിലൂടെ നടന്നു പോകുമ്പോൾ കിനാവള്ളി പിടികൂടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഈ കിടക്കുന്ന വാഹനം ശരിക്കും പറഞ്ഞാൽ രാത്രി ഒത്തിരി വൈകി ഇതിലൂടെ വന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നതെന്നൊക്കെ പറയപ്പെടുന്നു. അവരിവിടെ വന്ന് പെട്ടെന്ന് ഭീമാകാരമായ ഒരു രൂപം വന്നു നിന്നു. പിന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടില്ല, വണ്ടി ഓഫായി പോയി എന്നൊക്കെയാണ് പിന്നീട് ആളുകൾ പറയുന്നത്. ഈ വണ്ടി ഒരു നല്ല വാഹനമാണല്ലോ, അപ്പൊ അവര് അങ്ങനെ നിന്നു പോകാനുള്ള ഇതുവരെ കുഴപ്പമില്ലാതെ ഇവിടം വരെ വന്നിട്ട് ഈ വാഹനം നിന്നു പോവാന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയാ, അതൊരു വിഷമമുണ്ട്. നമുക്ക് അതിനകത്ത് എന്തോ കാര്യമുണ്ട്. എന്തുതന്നെയായാലും ആ വാഹനം അവിടെ ഉപേക്ഷിച്ച അതേ നിലയിൽ തന്നെ ഇന്നും കാണപ്പെടും. ഇതിനോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അതിൽ നിന്ന് കാര്യം സാധിക്കാനുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി അവർ കൂടുതൽ എന്താണ് ഒരിപ്പും തൊങ്ങല എന്തോ വെച്ച് ഇങ്ങനെ പറയുമെന്ന് പറയില്ല, അതേപോലെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിയുമ്പോൾ അതുവഴി നടക്കാതിരിക്കാനും, അതുപോലെ അവരുടെ ചില കള്ളത്തരങ്ങളും ഇതൊക്കെ അറിയാതിരിക്കാനും ഓരോ ഇതിനു വേണ്ടിയായിരിക്കും ഇത് പറയുന്നത്. കിനാവള്ളി എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ നടക്കുന്നതായിട്ട് ഇനി എൻ്റെ അറിവിലില്ല. അത് വിശ്വാസമുള്ള അന്ധവിശ്വാസികൾ ഇത് തന്നെ പൊരിപ്പന്തങ്ങളിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കിനാവള്ളി എന്ന് പറഞ്ഞ പുഴയിലൊക്കെ ഇങ്ങനെ കാണാം, കുറേ അതിൻ്റെ കാലുകളൊക്കെ ഇങ്ങനെയുണ്ട്. നമുക്ക് കാണുമ്പോൾ കിനാവള്ളി പിടിച്ചാൽ കൊല്ലൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ പിടിച്ച് ഇങ്ങനെ
കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളത്തിലേക്ക് പോകാതിരിക്കാൻ കുട്ടികളെ പേടിപ്പിച്ചതായിരിക്കും, എനിക്കറിയില്ല. ശരിക്കും അത് കൊല്ലുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കിനാവള്ളി വെള്ളത്തിലാണ് കാണുന്നത്. അതിപ്പോൾ ആ ഒരു പേരും പറഞ്ഞ്, പ്രേതത്തിന്റെ പേരും യക്ഷിയുടെ പേരും പറഞ്ഞ് ആളുകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥയായിട്ട് എനിക്ക് തോന്നുന്നത്. കിനാവള്ളി ഉണ്ട് എന്ന് ചിലർ, ഇല്ല എന്ന് മറ്റു ചിലർ. വാഗ്വാദങ്ങളും തർക്കങ്ങളും ഏറി വരുന്നു. കിനാവള്ളി എന്ന മഹാസത്വം ഇവരുടെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്പരപ്പിലായ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ ഈ കാഴ്ചകൾ സമർപ്പിക്കുന്നു. സത്യമേത് മിഥ്യേത് എന്ന് പ്രേക്ഷകർ തന്നെ തരംതിരിച്ചു കൊള്ളട്ടെ. അത്ഭുത കാഴ്ചകൾ തേടി ഞങ്ങളിതാ അടുത്ത ദേശത്തേക്ക് യാത്ര തിരിക്കുന്നു.